സിറ്റിംഗ് ഇസ് എ നോ സ്മോക്കിംഗ് എന്ന് കേൾക്കുന്നു, ഇതെങ്ങനെ ശരിയാവും? അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ, സ്മോക്കിംഗ് ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ അസുഖബാധിതരാക്കിക്കൊണ്ടിരുന്ന ഒരു ദുശീലം. അത് നമുക്കൊരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം നമ്മുടെ ലോകം മുമ്പോട്ട് പിന്നെയും ഡെവലപ്പ് ചെയ്തു. നമ്മുടെ യാത്രാ സൗകര്യം വർദ്ധിച്ചു. നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഇരുന്ന് ചെയ്യുന്ന ജോലിയായി മാറി. അപ്പോൾ ഇരുന്ന് ജോലി ചെയ്യുന്നവരുടെ നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു പഠനം നടത്തിയപ്പം 8 മണിക്കൂറിൽ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിലെ ഹൃദ്രോഗ സാധ്യത, ക്യാൻസർ സാധ്യത, ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം ഓൾമോസ്റ്റ് ഈ സ്മോക്കേഴ്സിന് തുല്യമാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സെയിങ് ഉണ്ടായത്, സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നമ്മളിപ്പം വേണ്ട 31% ലോക ജനസംഖ്യയിൽ 35% ഈ ഗ്രൂപ്പിൽ വരുന്നതാണ്. 2050 ആകുമ്പോഴത്തേക്കും അത് 15% ആക്കുക എന്നുള്ളതാണ് WHO തീരുമാനിച്ചിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക, നിങ്ങൾ ഈ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 8000 സ്റ്റെപ്പ് എങ്കിലും നടക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ 3 മണിക്കൂറെങ്കിലും ഈ എക്സസൈസ് അല്ലെങ്കിൽ മോഡറേറ്റ് എക്സസൈസ് ചെയ്യുക. അങ്ങനെ ഈ ന്യൂ സ്മോക്കിങ്ങിൽ പെടാതെ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക.